പത്തനാപുരം സ്വദേശി അബ്ദുൾ അസീസിന് വേണ്ടി കട്ടിലൊരുക്കുന്ന തിരക്കിലാണ് ഇവർ. ഒന്നും രണ്ടുമല്ല, 100 എണ്ണം. ഒരു വീട്ടിലേക്ക് 100 കട്ടിലോ എന്ന് ചോദിക്കാൻ വരട്ടെ. അബ്ദുക്കയ്ക്ക് യാതൊരു പരിചയവുമില്ലാത്ത, ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത സഹോദരങ്ങൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം. ഇപ്പം നമ്മൾ തന്നെ മാസം പെൻഷൻ കിട്ടുന്നതിനകത്ത് ഞാൻ എൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും 4 ഏരി ഉപ്പുമുളകും മതി. ബാക്കി പൈസ മെച്ചമാണ്. അത് സാറിന് ജനങ്ങളിൽ നിന്ന് പൈസ പിരിച്ചെടുത്താൽ ഞങ്ങൾക്ക് പെൻഷൻ തരുന്നത്. ആ പെൻഷൻ്റെ പൈസ ജനങ്ങളിലേക്ക് കൊടുക്കുക. 100 കട്ടിൽ അവിടെ എത്തിക്കും. വയനാട്ടിലെ ദുരിതബാധിതർക്കാണ് ഈ 75-കാരൻ്റെ കൈത്താങ്ങ്. ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ട 100 പേരുടെ വീടുകളിൽ കട്ടിലെത്തും. കുണ്ടയം വെള്ളാരവൺ ഭാഗത്തെ വർക്ക്ഷോപ്പിലാണ് കട്ടിലിന്റെ നിർമ്മാണം. തേക്ക്, മാഞ്ചിയം, അക്കേഷ്യ തുടങ്ങി മുന്തിയിനം തടികളാണ് കട്ടിലിനായി ഉപയോഗിക്കുന്നത്. മറ്റാരുടെയും സഹായം ഈ നല്ല പ്രവൃത്തിക്കില്ല. ആരോഗ്യവകുപ്പിൽ 3.5 പതിറ്റാണ്ടോളം ജീവനക്കാരനായിരുന്നു അബ്ദുക്ക. ആ പെൻഷൻ തുക ഉപയോഗിച്ചാണ് കട്ടിൽ നിർമ്മാണം. ഒരു കട്ടിലിന് ഏകദേശം 20,000-ഓളം രൂപ ചിലവ് വരും. ഒരു മാസം കൊണ്ട് കട്ടിലുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി വയനാട്ടിൽ എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതാദ്യമല്ല അബ്ദുക്ക സ്വന്തം പെൻഷൻ പണം ഉപയോഗിച്ച് നല്ല പ്രവൃത്തികൾ ചെയ്യുന്നത്. തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രത്തിലും റീജിയണൽ ക്യാൻസർ സെന്ററിലും അബ്ദുൾ അസീസ് കട്ടിലുകളും മറ്റ് തടി ഉപകരണങ്ങളും നേരത്തെ നൽകിയിട്ടുണ്ട്. പ്രളയസമയത്ത് ഒരു ജീപ്പ് നിറയെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഭക്ഷ്യസാധനങ്ങൾ എത്തിച്ചു നൽകിയും അബ്ദുക്ക വ്യത്യസ്തനായിരുന്നു. മക്കളെ കണ്ടോ, ഇതുപോലത്തെ 100 കട്ടിലാണ് കൊടുക്കുന്നത്. ജീവിതം മൊത്തം കിടക്കുവാട്. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.